അത് തന്നെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഴംപൊരി ഒന്നുകൂടെ അതൊന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ മാവെടുത്ത് കളഞ്ഞായിരുന്നു. ഒന്നുകൂടെ ഒന്ന് മാവ് റെഡിയാക്കി ഗോതമ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് ഞാൻ മാവൊന്ന് ഒന്നുകൂടെ ശരിയാക്കിയെടുത്ത്. പഴം കളഞ്ഞില്ലായിരുന്നു. പഴം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അത് ഇതിൽ മുക്കി ചൂടായ എണ്ണയിലോട്ട് കോരി ഇതുപോലെ മാവ് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചപ്പോൾ അടിപൊളി പഴംപൊരി സെറ്റായി. ഇന്നത്തെ പഴംപൊരി സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ രതീഷിനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ പോലെ ഭംഗിക്ക് വേണ്ടി എള്ളും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാറ്റർ കൂടിപ്പോയി. ഞാൻ അത് കളഞ്ഞില്ല മക്കളെ. ദോശ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് 4 ദോശയോടെ ചുടാൻ പറ്റി. അങ്ങനെ ഈ ദോശയ്ക്ക് ഞാൻ കോമ്പിനേഷനായിട്ട് ചമ്മന്തി കൂടെ അരയ്ക്കുന്നുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി കാണും നിങ്ങൾക്ക്. ദാണ്ട ഈ മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ഞാൻ ചെയ്ത രാത്രിത്തേക്ക്. പുളി 4 വറ്റൽമുളക് ചുട്ടത്, പിന്നെ ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് ഒരു വെള്ളം ഒഴിക്കാൻ പാടില്ല. ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട വറുക്കുന്ന ഓംലേറ്റ് ചെയ്യാനായിട്ട് 3 മുട്ട, ഇച്ചിരി ഉപ്പും, ഉള്ളി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് അതിലോട്ട് ഒഴിക്കുമ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് നിങ്ങളൊന്ന് രുചിച്ച് നോക്കേണ്ടതാണ് ഗൈസ്. സൂപ്പർ ദോശയും ചമ്മന്തിയും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.